everyone. Today our video is about solvency ratios. The first among the solvency ratio is debt to equity ratio. Debt to equity ratio is the most commonly used ratio to test the solvency of a firm. So here is the problem about debt to equity ratio. I will read the problem. That is 20,000 equity shares of 10 each. That is 2 lakh. 10,000 9% preference shares 1 lakh. General reserve 90,000. Profit and loss account 60,000. 15% debentures 1,50,000. Preliminary expenses 20,000. So the debt equity ratio is long-term debt divided by shareholders fund. That is the ratio. Alle debt equity ratio കണ്ടുപിടിക്കാനായിട്ടുള്ള ratio ആണ് എന്ത് long-term debt divided by shareholders fund. അപ്പോൾ long-term debt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം long-term debt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഫണ്ടിനെയാണ് നമ്മൾ പറയുന്നത്, അതായത് ഔട്ട്സൈഡേഴ്സ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഫണ്ടിനെയാണ് നമ്മൾ ലോങ് ടേം ഡെപ്റ്റ് എന്ന് പറയാം. അപ്പൊ അതിൽ വരുന്ന പ്രധാനപ്പെട്ട ആളുകൾ ആരൊക്കെയാണ്? ഡിബഞ്ചേഴ്സ് വരും അല്ലെ, മോർഗേജസ് ആൻഡ് ഓൾ ലോങ് ടേം ലോൺസ്. അതുകൊണ്ടാണ് നമ്മൾ ആ ലോങ് ടേം ഫണ്ടിനെ എന്തെന്ന് വിളിക്കുന്നത്? ബോറോഡ് ഫണ്ട്സ് എന്ന് അഥവാ എക്സ്റ്റേണൽ ഇക്വിറ്റി എന്നും വിളിക്കുന്നത് അല്ലെ. സോ നമുക്കപ്പോ അത് നോക്കാം. ഇതിൽ ഏതൊക്കെ ഐറ്റംസ് ആണ് ലോങ് ടേം ഡെപ്റ്റ് ആയിട്ട് തന്നിട്ടുള്ളത് നോക്കാം. ഏതൊക്കെയാണ് നോക്കിയേ. 15% ഡിബഞ്ചേഴ്സ് മാത്രമേ തന്നിട്ടുള്ളൂ, വേറെ മോർഗേജസ് ലോൺസ് ഒന്നും തന്നിട്ടില്ല. സോ ലോങ് ടേം ഡെപ്റ്റ് 15% ഡിബഞ്ചേഴ്സ് 1,50,000 ആണ്. സോ നമുക്ക് ലോങ് ടേം ഡെപ്റ്റ് കിട്ടി. സോ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ആണ്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടൊക്കെ എന്തൊക്കെ വരും? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ വരും, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ വരും, റിസർവ്സ് ആൻഡ് സർപ്ലസ് വരും അല്ലെ. അതുകൊണ്ടാണ് അതിനെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് അഥവാ ഇന്റേണൽ ഇക്വിറ്റി എന്ന് വിളിക്കുന്നത്. സോ അപ്പൊ അതിൽ ഏതൊക്കെ ഐറ്റംസ് ഉണ്ട് നോക്കാം. ക്വസ്റ്റ്യന്റെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് കണ്ടുപിടിക്കാം. ഇക്വിറ്റി തന്നിട്ടുണ്ട് അല്ലെ 2 lakh, പ്രിഫറൻസ് തന്നിട്ടുണ്ട് 1 lakh, ജനറൽ റിസർവ് തന്നിട്ടുണ്ട് 90,000, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തന്നിട്ടുണ്ട് 60,000. ഇനി ഫിക്റ്റീഷ്യസ് അപ്പൊ അതൊക്കെ കൂടി ആഡ് ചെയ്തപ്പോൾ നമുക്ക് 4,50,000 കിട്ടി. ബട്ട് എന്തെങ്കിലും ഫിക്റ്റീഷ്യസ് അസറ്റ്സുകൾ തന്നിട്ടുണ്ടോ നോക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് ലെസ് ചെയ്യണം. സോ പ്രിലിമിനറി എക്സ്പെൻസ് തന്നിട്ടുണ്ട് 20,000 ആണെന്ന്. സോ 4,50,000 നിന്നും 20,000 ലെസ് ചെയ്യുമ്പോൾ നമുക്ക് 4,30,000 കിട്ടും. അതാണ് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഗോട്ട് ദ പോയിന്റ്. സോ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഇസ് ഈക്വൽ ടു 1,50,000 ഡിവൈഡഡ് ബൈ 4,30,000 അല്ലേ. 1,50,000 നമുക്ക് 15% ഡിബഞ്ചേഴ്സ് കിട്ടി. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് നമ്മൾ ആഡ് ചെയ്തു, ഓരോന്നും എടുത്തെടുത്ത് ആഡ് ചെയ്തു. ലെസ് പ്രിലിമിനറി എക്സ്പെൻസസ് ഫിക്റ്റീഷ്യസ് അസറ്റ് ചെയ്തപ്പോൾ നമുക്ക് 4,30,000 കിട്ടി. ഇനി നമുക്ക് ഡയറക്റ്റ് എന്ത് കിട്ടും? ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ കിട്ടും. അതായത് ലോങ് ടേം ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് അല്ലെ 0.35:1. സോ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഈസ് 0.35:1. സോ ഇന്റർപ്രിട്ടേഷൻ എഴുതുമ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും? ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഇന്റർപ്രിട്ടേഷൻ എഴുതുമ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും? ദാറ്റ് ഈസ് ദ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഇൻഡിക്കേറ്റ്സ് എവറി വൺ ഓഫ് ദ ഇക്വിറ്റി ദർ ഇസ് എ ഡെപ്റ്റ് വർത്ത് 0.35 അല്ലേ. അങ്ങനെയാണെങ്കിൽ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ബിലോ ദ സ്റ്റാൻഡേർഡ് ആണ്. കമ്പനിയുടെ പൊസിഷൻ എന്താ? നോട്ട് ഫിനാൻഷ്യലി സൗണ്ട്. അതായിരിക്കണം നമ്മുടെ ഇന്റർപ്രിട്ടേഷൻ. ഞാൻ ഒന്നും കൂടി പറയാം. നമുക്ക് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ കിട്ടിയത് എത്രയാണ്? 0.35:1. അതായത് ഒരു ഇക്വിറ്റിക്ക് 0.35 ഉള്ളൂ. മനസ്സിലായി? ഒരു ഇക്വിറ്റിക്ക് 0.35 ആണ് ഡെപ്റ്റ്. സോ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിലോ ദ സ്റ്റാൻഡേർഡ് ആണ്. അപ്പോൾ ഐഡിയൽ സ്റ്റാൻഡേർഡ് എന്താണെന്നാണ് നമ്മൾ പഠിച്ചേക്കണേ? ഐഡിയൽ സ്റ്റാൻഡേർഡ് ദാറ്റ് ഈസ് 1:1 അല്ലേ. സോ 1:1 ആണോ? അല്ല, ബിലോ ദ സ്റ്റാൻഡേർഡാ, 0.35 ആ. സോ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഹെൻസ് ദ കമ്പനി ഈസ് നോട്ട് ഫിനാൻഷ്യൽ സൗണ്ട് എന്ന് പറയാം. ഗോട്ട് ദ പോയിന്റ്? ഓക്കെ. സോ ദ നെക്സ്റ്റ് പ്രോബ്ലം നമുക്കപ്പോൾ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഒരെണ്ണം നമ്മൾ പഠിച്ചു, എങ്ങനെയാ സോൾവ് ചെയ്യണേന്ന്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രൊപ്പറേറ്ററി റേഷ്യോ ആണ്. എന്താണ് പ്രൊപ്പറേറ്ററി റേഷ്യോ പറഞ്ഞാൽ? പ്രൊപ്പറേറ്ററി റേഷ്യോ ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഷെയർ ഹോൾഡേഴ്സ് പ്രൊപ്പറേറ്റർ ഫണ്ട് ആൻഡ് ടോട്ടൽ അസറ്റ് അല്ലേ.
സോ ഈ റേഷ്യോ എന്തിനാ കണ്ടുപിടിക്കണേ? എത്രത്തോളം ഫണ്ടാണ് ഷെയർ ഹോൾഡേഴ്സ് കോൺട്രിബ്യൂട്ടഡ് ചെയ്തേക്കുന്നത് കമ്പയറിംഗ് ടു ദ അസറ്റിന്റെ ടോട്ടൽ ഫോം. അതാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രൊപ്പറേറ്ററി റേഷ്യോ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് മറ്റു പേരുകളും കൂടി ഉണ്ട്. എന്താണ്? ഇക്വിറ്റി റേഷ്യോ എന്ന് വിളിക്കും, നെറ്റ്വർത്ത് റേഷ്യോ എന്ന് വിളിക്കും. പ്രൊപ്പറേറ്ററി റേഷ്യോയുടെ മറ്റു പേരുകളാണ് ഇക്വിറ്റി റേഷ്യോ, അതുപോലെ തന്നെ നെറ്റ്വർത്ത് റേഷ്യോ. സോ പ്രൊപ്പറേറ്ററി റേഷ്യോ ഇക്വേഷൻ ഇസ് ഈക്വൽ ടു പ്രൊപ്പറേറ്റേഴ്സ് ഫണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്സ്. സോ പ്രൊപ്പറേറ്റർ ഫണ്ട് എന്ന് പറയുമ്പോൾ അത് ആരുടെ ഫണ്ടാണ്? പ്രൊപ്പറേറ്റർ ആരാ? ഷെയർ ഹോൾഡേഴ്സ് അല്ലേ? അപ്പൊ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ വരും? ഫണ്ട് എന്ന് പറയുമ്പോൾ ഇക്വിറ്റി വരും, പ്രിഫറൻസ് വരും, എല്ലാ റിസർവ്സ് ആൻഡ് സർപ്ലസസ് വരും, അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റുകൾ വരും. അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റുകൾ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, അക്യുമുലേറ്റഡ് ലോസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിൽ നിന്ന് ലെസ് ചെയ്യേണ്ടി വരും. ക്ലിയർ? ദെൻ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞത് കൊണ്ടാണ് അതിനെ രണ്ട് പേരുകളും കൂടി വിളിക്കുന്നത്. എന്ത്? പ്രൊപ്പറേറ്റർ ഫണ്ട് എന്നും ഓണേഴ്സ് ഇക്വിറ്റി എന്നും അല്ലെങ്കിൽ ഇന്റേണൽ ഇക്വിറ്റി ഓർ നെറ്റ്വർത്ത് എന്നും പറയുന്നത്. ദെൻ ടോട്ടൽ അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് അസറ്റും നോൺ കറണ്ട് അസറ്റ്സും, അതിനെയാണ് നമ്മൾ ടോട്ടൽ അസറ്റ്സ് എന്ന് പറയുന്നത്. ഐഡിയൽ സ്റ്റാൻഡേർഡ് ഓഫ് പ്രൊപ്പറേറ്ററി റേഷ്യോ എന്താ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഐഡിയൽ സ്റ്റാൻഡേർഡ് ദാറ്റ് ഈസ് 0.5:1. അതാണ് നമ്മളുടെ ഐഡിയൽ സ്റ്റാൻഡേർഡ്. സോ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, ജനറൽ റിസർവ്. ഓക്കെ, സോ നമുക്ക് പ്രൊപ്പറേറ്റർ ഫണ്ട് കണ്ടുപിടിക്കണം അല്ലെ? അപ്പോൾ ഇക്വിറ്റി എടുത്ത് എഴുതി അല്ലെ? പ്രൊപ്പറേറ്റർ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയേ, ഇക്വിറ്റി തന്നിട്ടുണ്ട് 2 lakh തന്നിട്ടുണ്ട്, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 1,20,000 തന്നിട്ടുണ്ട്, ജനറൽ റിസർവ് 60,000 തന്നിട്ടുണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് 40,000 തന്നിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് വേറെ ഐറ്റംസുകളൊന്നും പ്രൊപ്പറേറ്റർ ഫണ്ടുമായിട്ട് റിലേറ്റഡ് അല്ല. സോ പ്രൊപ്പറേറ്റർ ഫണ്ട് എടുത്ത് എഴുതി. ദെൻ ഐ ഗോട്ട് 4,20,000. അതുപോലെ തന്നെ ടോട്ടൽ അസറ്റ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ ടോട്ടൽ അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഓൾ കറണ്ട് അസറ്റ്സ് ആൻഡ് നോൺ കറണ്ട് അസറ്റ്സ് അല്ലെ? സോ കറണ്ട് അസറ്റ്സ് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 1,40,000. ഈ നോൺ കറണ്ട് അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫിക്സ്ഡ് അസറ്റ്. ഫിക്സ്ഡ് അസറ്റ്സ് നമുക്ക് 4 lakh തന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നോൺ കറണ്ട് അസറ്റ് ഏതാ? ഇൻവെസ്റ്റ്മെന്റ്. സോ 1,60,000. സോ ടോട്ടൽ വാട്ട് വി ഗോട്ട് 7 lakh. സോ പ്രൊപ്പറേറ്ററി റേഷ്യോ ഇസ് ഈക്വൽ ടു പ്രൊപ്പറേറ്റേഴ്സ് ഫണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്സ്. പ്രൊപ്പറേറ്റർ ഫണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് എത്ര കിട്ടി? 4,20,000. ഇൻ ടോട്ടൽ അസറ്റ്സ് ദാറ്റ് ഈസ് 7 lakh. സോ എന്റെ റേഷ്യോ വന്നിട്ട് 0.6:1. ദാറ്റ് ഈസ് 60% അല്ലേ? സോ ഇന്റർപ്രിട്ടേഷൻ എഴുതാം. എങ്ങനെയാണ് വരിക? അപ്പൊ ഇന്റർപ്രിട്ടേഷൻ ഐഡിയൽ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.5:1 അല്ലേ? സോ നമുക്ക് എത്ര കിട്ടി? ദാറ്റ് എവരി വൺ ഇൻവെസ്റ്റഡ് ഇൻ അസറ്റ് ഷെയർ ഹോൾഡേഴ്സ് കോൺട്രിബ്യൂഷൻ ഈസ് 60 paise or 60% ഓഫ് ദ ടോട്ടൽ റിസോഴ്സ് യൂസ്ഡ് അല്ലേ? സോ ഓരോ 1 rupee അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ ഷെയർ ഹോൾഡേഴ്സിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദാറ്റ് ഈസ് ടോട്ടൽ റിസോഴ്സസിന്റെ 60% യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഇത് എബവ് സ്റ്റാൻഡേർഡ് ആണ്. ദാറ്റ് ഈസ് 0.60:1. ക്ലിയർ? സോ ഇന്റർപ്രിട്ടേഷനും അങ്ങനെ എഴുതാം. സോ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സോൾവൻസി റേഷ്യോനെ കുറിച്ചിട്ടാണ്. അപ്പൊ സോൾവൻസി റേഷ്യോ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സോൾവൻസി റേഷ്യോ ദാറ്റ് ഈസ് ടോട്ടൽ അസറ്റ് ടു ടോട്ടൽ ഡെപ്റ്റ് എന്നാണ് ഉദ്ദേശം. ദാറ്റ് ഈസ് ഇത് റിലേഷൻഷിപ്പ് പറയുകയാണ് എന്തിനെ കുറിച്ച്? ടോട്ടൽ അസറ്റ്സിന്റെയും ടോട്ടൽ ലൈബിലിറ്റീസിന്റെയും. സോ അങ്ങനെയാണെങ്കിൽ ബിസിനസ്സിൽ എത്രത്തോളം സോൾവെന്റ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ സോൾവൻസി റേഷ്യോയുടെ കമ്പോണൻസ് ആരൊക്കെയാണ്? ടോട്ടൽ അസറ്റ്സ്. ടോട്ടൽ അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ വരും? നോൺ കറണ്ട് അസറ്റും ടോട്ടൽ കറണ്ട് അസറ്റും. അപ്പൊ നമുക്ക് ടോട്ടൽ അസറ്റ് കിട്ടും. ടോട്ടൽ ഡെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ എല്ലാ ഔട്ട്സൈഡ് ലൈബിലിറ്റി, അതായത് ലോങ് ടേം ലൈബിലിറ്റീസിനെയും ഷോർട്ട് ടേം ലൈബിലിറ്റീസിനെയും കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ടോട്ടൽ ഡെപ്റ്റ് കിട്ടുന്നു. ഇനി പ്രോബ്ലം നോക്കാം. ദെൻ ഐഡിയൽ സ്റ്റാൻഡേർഡ് എന്താണ്? ഐഡിയൽ സ്റ്റാൻഡേർഡ് ഓഫ് സോൾവൻസി റേഷ്യോ എന്താണ്? So from the following calculate the ratio of the total asset to total debt. Assets less depreciation 6 lakh തന്നിട്ടുണ്ട്. കറണ്ട് അസറ്റ്, കറണ്ട് ലയബിലിറ്റി, ഡിബെഞ്ചേഴ്സ്, മോർഗേജ്. സോ ടോട്ടൽ അസറ്റ്സ് കണ്ടുപിടിക്കണം, ടോട്ടൽ ലയബിലിറ്റീസും കണ്ടുപിടിക്കണം. ടോട്ടൽ അസറ്റ്സ് അപ്പൊ ഞാൻ എന്തെടുത്ത് എഴുതി? എനിക്ക് അസറ്റ്സ്, ഫിക്സഡ് അസറ്റ്സ് ലെസ് ഡിപ്രീസിയേഷൻ 6 lakh. ഓക്കെ. കറണ്ട് അസറ്റ്സ് 3 lakh. സോ ഐ ഗോട്ട് ടോട്ടൽ അസറ്റ്. ടോട്ടൽ ലയബിലിറ്റി, ഓൾ ലയബിലിറ്റി, കറണ്ട് ലയബിലിറ്റി തന്നിട്ടുണ്ട്,
നോൺ കറണ്ട് ലൈബിലിറ്റി തന്നിട്ടുണ്ട് അല്ലേ, 8% ഡിബഞ്ചേഴ്സും മോർട്ട്ഗേജസും. സോ ഇതും എടുത്തെഴുതി. സോ ലോങ് ടേം ലൈബിലിറ്റിയും ഷോർട്ട് ടേം ലൈബിലിറ്റിയും കിട്ടി. സോ ടോട്ടൽ ചെയ്തപ്പോൾ 6 lakh. ഇനി നമുക്ക് ടോട്ടൽ അസറ്റ് ടു ടോട്ടൽ ഡെപ്റ്റ്, ടോട്ടൽ അസറ്റ് ടു ടോട്ടൽ ഡെപ്റ്റ് അഥവാ സോൾവൻസി റേഷ്യോ, ദാറ്റ് ഈസ് 9 lakh ഡിവൈഡഡ് ബൈ 6 lakh, 1.5:1. സോ ഇതാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ സോ കമ്പനി എങ്ങനെയുള്ള കമ്പനിയാ? സോൾവെന്റ് ആണ്. ബിക്കോസ് അസറ്റ്സ് ആർ സഫീഷ്യന്റ്ലി മോർ ദാൻ ലൈബിലിറ്റീസ് അല്ലെ. അസറ്റ് ആണ് കൂടുതലായിട്ട് നിൽക്കുന്നത്. ലൈബിലിറ്റിനെക്കാട്ടി 1.5 കൂടുതലായിട്ടാണ് അസറ്റ് നിൽക്കുന്നത്. സോ നമുക്ക് എങ്ങനെ ഇന്റർപ്രിട്ടേഷൻ എഴുതാം? കമ്പനി ഈസ് ഫിനാൻഷ്യലി സൗണ്ട്. നമുക്ക് ഇന്റർപ്രിട്ടേഷൻ എഴുതാം. ഗോട്ട് ദ പോയിന്റ്? The next problem, that is fixed asset to net worth അഥവാ fixed asset to proprietors fund ratio ആണ്. എന്തിനെയാണ് നമ്മൾ ഫിക്സഡ് അസറ്റ് ടു പ്രൊപ്പറേറ്ററി ഫണ്ട് റേഷ്യോ എന്ന് പറയുന്നത്? ഇത് ഫിക്സഡ് അസറ്റ്സിന്റെയും പ്രൊപ്പറേറ്റർ ഫണ്ടിന്റെയും റിലേഷൻഷിപ്പ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഫിക്സഡ് അസറ്റ്സും പ്രൊപ്പറേറ്റർ ഫണ്ടും ആണ് വരുന്നത്. സോ ഫിക്സഡ് അസറ്റ്സ് നമുക്കറിയാം, ആഫ്റ്റർ ഡിപ്രീസിയേഷൻ നമുക്ക് ഫിക്സഡ് അസറ്റ് എടുക്കാം. ലോങ് ടേം ഫണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഷെയർ ക്യാപിറ്റൽ അല്ലെ, ഈ ഇക്വിറ്റിയും പ്രിഫറൻസും പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസ് ആൻഡ് ലോങ് ടേം ലൈബിലിറ്റീസ് കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ലോങ് ടേം ഫണ്ട് കിട്ടുന്നു. സോ നമുക്ക് നോക്കാം. പ്രോബ്ലം നോക്കുക. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് ദ ഫിക്സ്ഡ് അസറ്റ് റേഷ്യോ. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, പ്രിഫറൻസ് തന്നിട്ടുണ്ട്, ലോങ് ടേം ലോൺസ്, ഡിബഞ്ചേഴ്സ്, റിസർവ്സ്, കറന്റ് ലൈബിലിറ്റി, ഫിക്സഡ് അസറ്റ്സ്, നെറ്റ് തന്നിട്ടുണ്ട്, ദെൻ കറന്റ് അസറ്റ്സ്. സോ ഫിക്സഡ് അസറ്റ്സ് നെറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓൾറെഡി എന്ത് കിട്ടി? ഫിക്സഡ് അസറ്റ്സ് ദാറ്റ് ഈസ് 7 lakh അല്ലേ, 7,50,000 എടുത്ത് എഴുതി. ഇനി നമുക്ക് ലോങ് ടേം ഫണ്ട് കണ്ടുപിടിക്കണം. ലോങ് ടേം ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരും? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അല്ലേ, റിസർവ്സ് ആൻഡ് സർപ്ലസ്, ലോങ് ടേം ലോൺസുകൾ എല്ലാം വരും. ദെൻ ലോങ് ടേം ലോൺസ് നമുക്ക് തന്നിട്ടുണ്ട് 1 lakh. ദെൻ ഡിബഞ്ചേഴ്സ് ആൻഡ് മോർട്ട്ഗേജസ് തന്നിട്ടുണ്ടോ നോക്കാം, 1,25,000 വന്നിട്ടുണ്ട്. സോ ഓൾ ടോട്ടൽ നമുക്ക് 6 lakh കിട്ടി. സോ ലോങ് ടേം ഫണ്ട്സ് നമുക്ക് കിട്ടി. Then fixed assets divided by proprietors fund 7,50,000 divided by 6 lakh എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.25:1 അല്ലേ. സോ ഇനി നമുക്ക് അതിന്റെ ഇന്റർപ്രിട്ടേഷൻ എഴുതാം. That is the fixed asset ratio is ideal standard, that is 1:1. So fixed assets are more than the long term funds. അതായത് കൂടുതലാണ് നിൽക്കുന്നത്. സോ ഇറ്റ് ഹാസ് ബീൻ ഫിനാൻസ്ഡ് ഔട്ട് ഓഫ് ഷോർട്ട് ടേം ഫണ്ട്സ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിന്റെ എഗെയിൻസ്റ്റ് ആണ്. സോ ദ വർക്കിംഗ് ക്യാപിറ്റൽ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വളരെ ക്രിട്ടിക്കലാണ്. ബിക്കോസ് ലോങ് ടേം ഫണ്ടിനെക്കാട്ടി ഫിക്സഡ് അസറ്റ്സ് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇറ്റ് ഹാസ് നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. ക്ലിയർ? സോ കറണ്ട് അസറ്റ്സ് ആർ ലെസ് ദാൻ ദ കറണ്ട് ലൈബിലിറ്റി. അതുകൊണ്ട് തന്നെ നമുക്ക് ഇറ്റ് ഈസ് നോട്ട് അപ്രോപ്രിയേറ്റ് ബിക്കോസ് വർക്കിംഗ് ക്യാപിറ്റൽ പൊസിഷൻസ് ആർ ബിക്കം വെരി ക്രിട്ടിക്കൽ എന്ന് നമുക്ക് ഇന്റർപ്രിട്ടേഷൻ എഴുതേണ്ടി വരും. ക്ലിയർ? സോ നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചു? ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോന്റെ പ്രോബ്ലം നോക്കി, ദെൻ നമ്മൾ സോൾവൻസി റേഷ്യോ നോക്കി, ദെൻ ഫിക്സ്ഡ് അസറ്റ്സ് ടു നെറ്റ്വർത്ത് നോക്കി, പ്രൊപ്പറേറ്ററി റേഷ്യോ നോക്കി. സോ ഓരോ പ്രോബ്ലംസും ചെയ്യുക. If you have any doubts and queries, you can ask me through our WhatsApp group. Okay? Thank you all. Have a great day.